ഇവർക്ക് ആകെ പറയാനുള്ളത്താരോ എവിടെ ചെന്നാലും ഞങ്ങൾ കിറ്റ് അടിച്ചില്ലേ എടാ നിങ്ങളെ ബാപ്പാന്റെ നിർത്തത്ത് കൊടുത്താടാ കിറ്റ് അറിയാഞ്ഞിട്ട് ചോദിക്കാം. തിരക്കടില്ല, സ്വന്തം കൂട്ടക്കാരെ മുതലെടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് കൊടുത്തത് നമുക്ക് മനസ്സിലാക്കാതെ എന്താ കുറച്ച് അധ്വാനിച്ചിട്ടുണ്ട്. എവിടെ നിർത്ത് കൊടുത്താ എടാ ഞങ്ങളെ അവകാശമല്ലടോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, കിറ്റ് വലിയ പൊരുത്തപ്പെടാത്ത മുതൽ തിന്നണ മാതിരിയാ കിറ്റ് ഉണ്ടായി തിന്നണേ. ഇവിടെ അന്നിങ്ങ എല്ലായിടത്തും അതാ 350 റുപ്യയുടെ കിറ്റിന് 1000 റുപ്യ വാങ്ങണുണ്ട്. ഒരു സഞ്ചി മേലെ 8 റുപ്യ കമ്മീഷൻ പറ്റുന്നുണ്ട്. 82 ലക്ഷം സഞ്ചി കൊടുക്കേണ്ട ഒരു മാസം. അതിമേലെ 8 റുപ്യാണ് കൂട്ടി വെക്കി. വെറുതെ കൊടുക്കല്ലത്, ഇതിമേലെ പൈസ കിട്ടുന്നുണ്ട്. കിറ്റ് കൊടുത്തോട്ടെ, അത് നമ്മൾ അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളാ. എടാ അത് ആരെ പേടിപ്പിച്ചത്? മുസ്ലിം ലീഗിനെ കിറ്റ് കാട്ടി പേടിപ്പിക്കലടാ. 10,000 ബൈത്രാം എടുത്തു കൊടുത്താ ഞങ്ങൾക്ക് എന്താടാ ഈ 1000 റുപ്യന്റെ കിറ്റ് പേടിപ്പിച്ച? അതേപോലെ ചിന്തിച്ചു നോക്കി, ഞങ്ങളെ KMCC പ്രവർത്തകരെ ഓരോ കൊല്ലവും ഈ റംസാൻ മാസം ആവുമ്പോ കിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ. എല്ലാത്ത മാസം ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോ മുസ്ലിം ലീഗ് പാർട്ടി ഇഷ്ടം പോലെ കിറ്റുകൾ കൊടുക്കുന്നുണ്ടല്ലോ ഓരോ വാർഡിലും. അത് നിങ്ങളെ മാറി നിങ്ങളെ ഗവൺമെന്റിന്റെ പൈസ എടുത്തിട്ടേ അമ്മിക്കുറ്റി കൊണ്ട് ഒഴിച്ചാ പറ്റാത്ത സർക്കാർ എത്തിട്ടല്ല ഞങ്ങൾ കൊടുക്കല്. ഞങ്ങൾ കൊടുക്കണ കിറ്റ് ഏതാരോ 1500, 2000, 3000 റുപ്യ വില വരുന്ന കിറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടിനോട് ഞങ്ങൾ കിറ്റ് കൊടുത്തില്ലേ. ഇവിടെ കിറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് എങ്ങനെ? വെറുതെ കിറ്റ് കൊടുക്കുക. ഇവിടെ ചോദിക്കട്ടെ, എല്ലായിടത്തും ഉമ്മൻചാണ്ടി കിറ്റ് കൊടുത്തോ? ഉമ്മൻചാണ്ടി എങ്ങനെയാണ് കിറ്റ് കൊടുക്കുക? സ്വർഗത്തിൽ ആരും കിറ്റ് വിതരണം നടത്തുവോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഉമ്മൻചാണ്ടി കിറ്റ് കൊടുത്തിനോ? ഉമ്മൻചാണ്ടി മരിച്ചുമ്പോ ഇതാത് കട്ടക്കാലം വേണ്ടോ? ഇവിടെ എന്തൊക്കെ കട്ടക്കാല ഇയാൾ വെച്ചപ്പോ നോക്കിങ്ങള്. ഈ ചങ്ങായി എപ്പോഴോ പോണെന്നല്ലേ ഇവിടെ മനുഷ്യങ്ങൾ ആഗ്രഹിച്ചോണ്ടിരിക്ക. ദുനിയാവ് കാണാത്ത മുഴുവൻ കട്ടക്കാലം ഈ ചങ്ങായി വന്നതിന്റെ രസല്ലേ? ഈ ചങ്ങായി വന്നതിന്റെ രസാണ്. എന്ത് ഓക്കി വരുന്ന വിവരം ഇയാൾക്ക് മുൻകൂട്ടി കിട്ടി. ഈ മറ്റേ കേന്ദ്ര ഈ മറ്റേ കാലാവസ്ഥ നിരീക്ഷകർ വിളിച്ചു പറഞ്ഞു ഓക്കി വരുന്നുണ്ട്. ഈ പൊട്ടം വിചാരിച്ചെത്താരോ ഏതോ പന്തളിക്കാർ വരച്ചിട്ട് എയർപോർട്ടിക്ക് 4 പോലീസുകാരെ പറഞ്ഞു. ഓക്കി ഒന്നായിട്ട് അടിച്ച് മിഞ്ഞാണ് പോയി. അപ്പോഴയാൾ ഓക്കിനെ പറ്റിയായിരുന്നു. പിന്നെ പ്രളയം, നിപ്പ, കൊറോണ, ഇതൊക്കെ നോക്കിങ്ങള്. നമ്മൾ കാണാത്ത മുഴുവൻ മാരകങ്ങളും പ്രളയമൊക്കെ നമ്മൾ ഉണ്ടാറെ കണ്ടിനോ? ഗുജറാത്തിൽ നിന്നും ആസാമിൽ നിന്നും ആളുകൾ വരികയെന്നല്ലാതെ ആ പ്രളയം വരെ ഇവിടെ വന്നത് ആരോ ഇയാൾ ഭരിച്ചതിന്റെ രസ. എടോ ഈ ഇബിലീസ് ഭരിച്ചതിന്റെ രസം മുഴുവൻ കട്ടക്കാരുടെ ഞങ്ങളെ കുറ്റ. അപ്പൊ നിങ്ങൾ കിറ്റല്ല, അതിന്റെ അപ്പുറം കൊടുക്കണം. ഞങ്ങളെ അവകാശമല്ലേ? ഇവിടെ മനുഷ്യന് പണിയില്ലാതെ മനുഷ്യന്മാർ പട്ടിണി കിടക്കുമ്പോ ഇവിടുത്തെ ഭരണാധികാരികൾ കൊടുക്കണ്ടേ?